ഹായ്, വെൽക്കം ബാക്ക് ടു കപ്ലഞ്ച് ബൈ ധന. ഇന്ന് പൂരാടൻ നാളിലെ പൂക്കളിടുന്നത് കാണാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട്. മക്കളില്ല കേട്ടോ, ഞാൻ മാത്രമാണ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ അടുത്ത് മക്കളിനാക്കിയിട്ടാണ് വന്നത്. അവർ നല്ല ടയേർഡാണ്, ഇന്ന് ഇവിടെ വരുന്നതുകൊണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. എന്നത്തെ പോലെ കിഴക്കേനടയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലനടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, തിരുവോണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇനിയും 2 വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അവിടെ എത്തിയപ്പോൾ പൂക്കളൊക്കെ മായ്ക്കുന്നേ ഉള്ളൂ തലേന്നത്തെ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വെച്ച് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പുതിയ പൂക്കളത്തിനായിട്ടുള്ള ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരാടൻ നാളിലെ ഈ പൂക്കളം ഡിസൈൻ ചെയ്യുന്നത് ആർട്ടിസ്റ്റ് സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം തന്നെയാണ് ചോതി നാളിലും വിശാഖ നാളിലും ഇക്കുറി ഗുരുവായൂർ അമ്പലത്തിൽ പൂക്കളം ഡിസൈൻ ചെയ്തത് കേട്ടോ. വളരെ മനോഹരമായിട്ടായിരുന്നു ആ 2 പൂക്കളവും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂക്കളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഗായ്സ്, ഞാനിപ്പോൾ ഇറങ്ങാണ്. കാരണം ഞാൻ പോയിട്ട് വേണം. മക്കളുടെ അടുത്ത് ഹസ്ബൻഡ് ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങോട്ട് വരണം. ആളും ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നാളെ വന്നിട്ട് ഫുൾ പൂക്കളത്തിൻ്റെ വ്യൂ എടുക്കും. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി നാളത്തെ വീഡിയോയും കൂടി കാണണം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ആൾ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ കൂടെ എനിക്കുള്ള വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷ്വൽസാണ് ഈ കാണുന്നത് കേട്ടോ. പൂരാടൻ നാളിലെ പൂക്കളം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് സജീവ് ചൈതന്യയാണ്. ഏകദേശം 50 കിലോത്തോളം പൂക്കളത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിമനോഹരമായ പൂക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ധന്വന്തിരി മൂർത്തിയുടെ രൂപമാണ് കേട്ടോ പൂക്കളത്തിൽ ഒരുക്കിയത്. അപ്പോൾ നമുക്ക് എത്ര നോക്കിയിരുന്നാലും മതി വരില്ല, അത്ര ഭംഗിയിലാണ് പൂക്കളം വരച്ചിട്ടുള്ളത്. ഈ പൂക്കളം ഒരുക്കിയ സുബ്രഹ്മണ്യം പുത്തഞ്ചിറയും ടീമും പിന്നെ പൂക്കളം സമർപ്പിച്ച സജീവ് ചൈതന്യവും എല്ലാവരും ഒത്തു നിൽക്കുന്ന വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാവിലത്തെ വിഷ്വൽസ് കാണാം കേട്ടോ. ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉച്ചയായി പൂക്കളം കാണാൻ വരുമ്പോൾ. കാരണം പപ്പനെയും ചിണ്ടനെയും വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ഫുൾ പൂക്കളം ഹസ്ബൻഡ് ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഇവരുടെയും കൂട്ടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു.
പൊപ്പനെയും ചിന്നനെയും തലേന്ന് കൊണ്ടുപോയിരുന്നില്ലല്ലോ, അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അവർക്ക് പൂക്കളം കാണാനും അവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവർ കുറച്ച് നേരം പ്രോഗ്രാംസ് ഒക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ആ ഒരു ഗ്രില്ലിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണ് പ്രോഗ്രാം കാണാം കേട്ടോ. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു. വലിയ അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം ഓൾറെഡി വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പൂക്കളത്തിൻ്റെ ഒക്കെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.